ചെറിയ സ്ക്രീന് വെൽക്കം ടു നിജാസ് ഫ്രണ്ടില് ചാനലിനോട് കീഴിൽ ലോക്കൽ ഹായ് വെൽക്കം ടു മിസ്റ്റർ ലോക്കൽ. സംസാരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഗോയിങ് ടു ട്രിവാൻഡ്രം സിറ്റി. എന്തിനാടാ അത് മലയാളത്തിൽ പറയാൻ പോലെ എനിക്ക് മലയാളത്തിൽ ഇന്ന് അഫ്സാനയുടെ ചെലവാണ്. അഫ്സാന വീട്ടിൽ ഇരുന്നപ്പം നമുക്ക് എന്തൊക്കെയാ മേടിച്ചു തരാന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മള് അഫ്സാനയെ വിശ്വസിച്ച് നമ്മളിതാ പോവുകയാണ് ഗൈസ്. അതെ, നമ്മളെല്ലാരും ഉണ്ട്. വിരുന്ന് രാവിലെ കല്യാണം പ്രമാണിച്ച് അഫ്സോനും മുബാറക്കിനും കൂടി നമ്മൾ വിരുന്ന് കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ? ഇതാണ് കേട്ടോ വിരുന്നായിട്ട് നമ്മൾ ഉഴുന്നുവടയും ചായയും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോ चाय अच्छा है, बहुत अच्छा है, चाय अच्छा है, ऊपर अच्छा है, बहुत अच्छा है, बहुत अच्छा है. कंप्लीट. Please fasten your seat belt. മുബാറക്കണ്ട പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ ഇറക്കി കാറിൽ. പണം പോട്ടല്ലടാ. വിഴിഞ്ഞം പോകുന്ന പരിപാടിയുടെ ഇടയിൽ നമ്മൾ ആഴിമല ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. നമ്മൾ ആഴിമല കണ്ടിട്ടില്ല, റീലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ആഴിമല കണ്ടിട്ട് പോകുന്നുള്ളൂ. ആന ഉണ്ടോ? മയിലാട്ടം പാത്രിക, മയിലാട്ടം ശൂലമായി കൊത്തേക്കാണ്. ശൂലം കൊത്തു വെച്ചേക്കാണ്. എന്തോ ശൂലമൊക്കെ കുത്തിയുള്ള പരിപാടിയാണ്. ഘോഷയാത്ര കണ്ടു. നമ്മൾ ഘോഷയാത്രയെ കണ്ടിട്ട് ഘോഷയാത്ര നമ്മൾ കണ്ടിട്ട് നേരെ ആഴിമല ശിവക്ഷേത്രത്തിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ആഴിമല ശിവക്ഷേത്രത്തിൽ പോകാനുള്ള പ്ലാനിലാണ്. ആഴിമല ടെമ്പിളിലോട്ട് ഇനി വെറും 800 മീറ്റർ കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആഴിമല ടെമ്പിൾ എത്തും. കണ്ട ഈ ആലിന്റെ ഇടയിൽ കൂടെ നോക്കിയാണ് ഇവിടെ. സത്യത്തിൽ നമ്മളെ സൺസെറ്റിന്റെ സമയത്തായിരുന്നു വരാനുള്ള. ഇത് കടലാണ്. മുബാറക്കും അഫ്സും സേവ് ദ ഡേറ്റ് എടുത്തത് ഈ ബീച്ചിന്റെ അങ്ങേയറ്റമാണ്. രണ്ട് വാക്ക് സുന്ദരനെ പറ്റിയാണോ പറഞ്ഞു? നമ്മള് ലേറ്റ് ആയത് കാരണം ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഈ ഭംഗി ആസ്വദിക്കും. നമ്മള് കുറച്ചുകൂടി വൈകുന്നേരം വന്നിരുന്നെങ്കിൽ സൺസെറ്റൊക്കെ കാണാമായിരുന്നു. നമ്മൾ വന്നത് വളരെ വൈകിപ്പോയി. ഇവിടെ പറഞ്ഞവർ കുറച്ച് നേരത്തെ വരണം കേട്ടോ, സൺസെറ്റൊക്കെ കാണാനുള്ള രീതിയിലാണ്. അടിപൊളി കേട്ടോ. അടിപൊളി വ്യൂ. ഷബു ഇഷ്ടപ്പെട്ടു. ഓ പിന്നെ കാണാൻ പറ്റാതെ എത്ര അടിയുടെ ഉയരം? ഈ 3 സൈഡ് കടലാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ വലിയ ശിവൻ്റെ പ്രതിമ. കൊള്ളാം, ഭയങ്കര രസമുണ്ട്.
ഒരുപാട് നെറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പരുന്ത് കണ്ട അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പരുന്തല്ലേ ഇടയിൽ. ആ അത് ഒറിജിനൽ പരുന്ത്, അത് തന്നെ പറഞ്ഞു. ഒറിജിനൽ പരുന്ത് നല്ല രസം. ഇവിടെ നിന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി മോഡ് ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫറാണ്. മോഡൽ നീ അങ്ങനെ നമ്മള് ആഴിമല ശിവന്റെ പ്രതിമയൊക്കെ കണ്ടിട്ട് നമ്മള് നേരെ ഇനി എവിടെയാണ് പോണ? വിഴിഞ്ഞത്തോട്ടാണ് പോണേ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ആ വലിയൊരു പ്രതിമയും ഒരു ചന്ദ്രകല സൺസെറ്റിന്റെ സമയത്ത് വരണമായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. നീ പറഞ്ഞൊരു അടിപൊളി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അല്ലാതെ പറയണമെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു സാധനം കാണാനായിട്ട്. ശിവന്റെ പ്രതിമ അത് ഉണ്ടാക്കിയത് ആരായാലും അല്ലേ, ഭയങ്കര പെർഫെക്ഷൻ. നല്ല രസമുണ്ട്. അത് ആരാണ് ഇതിന്റെ പിന്നിലെ ശില്പിയെങ്കിലും കാലില ഞരമ്പും കാര്യങ്ങളൊക്കെ പക്ഷെ അടിപൊളി. ആരാണ് അതിന്റെ ശില്പി എന്നുണ്ടെങ്കിലും വെൽ ഡൺ മൈ ബ്രോ, വെൽ ഡൺ. കോസ്റ്റ് ഗാർഡിന്റെ എന്തോ ലൈറ്റ് ഹൗസ് നമുക്ക് ഒരുപാട് ഓർക്കാനുള്ള പള്ളിയാണല്ലേ. ആദ്യമായി വന്ന പള്ളിയാണ് ഈ പള്ളി. ഷബിനാക്ക് ഒരുപാട് കഥകൾ പറയാനുള്ള പള്ളിയാണ്. രണ്ട് വാക്ക് പറയും, രണ്ട് കഥ പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയാണ്. അതെ. സീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് വരാം കേട്ടോ. വിഴിഞ്ഞത്ത് ഇവിടെ ഇഷ്ടംപോലെ സീ ഫുഡ് കിട്ടുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഴിഞ്ഞം റെസ്റ്റോറൻറ്റ്, സാൽമാൻ സീ ഫുഡ്, ഉസ്താദ് ഹോട്ടൽ, അസ്മാക്ക് സീ ഫുഡ്, കുറേ കടകളുണ്ട്. ഇവിടെ നമ്മൾ വിഴിഞ്ഞ ഹാർബറൊക്കെ കാണാറ്. അങ്ങ് കാണുന്നത് വിഴിഞ്ഞ ഹാർബറാണ്. പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സൂക്ഷിച്ച് നോക്കിയോട്ടോ. അതാണ് വിഴിഞ്ഞ ഹാർബർ. വണ്ടിനെ തേടും. ഷീറ്റിന്റെ മണ്ടേ ചെന്ന് വീണ് ഷീറ്റ് പൊട്ടി താഴെ പോണത് ആലോചിക്കും. നീ എന്തിനടാ എന്നെ ഇത്രയും ക്ലോസ് ആക്കി എടുക്കുന്നത്? എന്റെ ഭംഗിയൊക്കെ ആൾക്കാർ കാണും. നോക്കട്ടെ ഭംഗി എടുത്തോളൂ. എനിക്ക് വയ്യ, എനിക്ക് അത്ര ഭംഗിയില്ല. അവിടെയൊക്കെ കണ്ട, കടലൊക്കെ കണ്ട, വെള്ളമൊക്കെ കണ്ട, ബോട്ടൊക്കെ കണ്ട? കണ്ടില്ല. നോക്കുന്ന അടുത്ത പ്ലെയിൻ പോണ്. എല്ലാത്തിന്റെ ഫ്രണ്ടിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോണ. ആകാശത്ത് വേറെ വണ്ടി വരുമ്പോഴത്തേക്ക് മറ്റേ പ്ലെയിന് കാണാൻ പറ്റൂല പൈലറ്റിന്. അപ്പോഴത്തേക്ക് മറ്റേ നമ്മള് ഡിം അടിക്കൂലേ, കുറച്ച് കഴിയുമ്പോ ബ്രൈറ്റ് അടിച്ചു പോവും. ബുദ്ധി വേണോടി, ബുദ്ധി. സംഭവം ഇത് കൊച്ചാണ്. മുറാബക്കിന്റെ തലയിലായിരുന്നേ ഉള്ളു. എന്റെ എൻട്രി എടുക്കാന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് ഇതെന്താ നീ കടലില് വേണം? രണ്ടുപേരും ഉണ്ടാ അനാഥര പോലെ. പഞ്ചാബി ഹൗസിലെ രമണന്. ഇവിടുത്തെ ആട്ടിൻകുട്ടികളൊക്കെ കണ്ട വായുവൊക്കെ കിടക്കുന്നുണ്ട്. ഷബിനാര വർഗത്തിനോടുള്ള സ്നേഹം. നിന്റെ ചെവി അത് നോക്ക്, രണ്ട് ചെവി ഒരുപോലെ. കുഞ്ഞു ചെവിയ വെക്ക്. ചെവിയുള്ള ആട്.
ഗർഭിണിയാണ്. ഉണ്ട്. ഷബു വയറ്റിൽ തൊട്ട് ഗർഭിണിയാണോ അല്ലെന്നൊക്കെ കണ്ടുപിടിക്കും. എന്റെ മാള് ഇതിനെ പോലെ ഇരുന്നത് കറുപ്പായിരുന്നു. മുബാറക്ക് ആട്ടിന്റെ വിഷമം തിരക്കിയാണ്. എന്തേടി പറ, എന്തേലും പറ്റി? തിന്നാന്ന് കിട്ടിയില്ലേ? ആടിനെ കണ്ടാ പിന്നെ വളർത്താൻ തോന്നും. ഞാനാണെങ്കിൽ പണ്ട് വാപ്പ എനിക്കൊരു കുഞ്ഞു കുട്ടൻ, എന്റെ കുട്ടനെ മേടിച്ചോണ്ട് തന്നു. അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്ന കുട്ടന്റെ കഥയാണ്. കുട്ടൻ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. കുട്ടന് ഷബു ഒരേ മോക്ക് വരുന്നു. അടുത്ത ആള് പറഞ്ഞു ഇതിന്റെ കുഞ്ഞാണ് കേട്ടോ. ആ ഇടേ ഇവിടെ ഉണ്ട്. മുബാറക്ക് അത് ഭീകരനാണ്, ഇടിക്കും. ഇടികളെ മേടിച്ച് കൂട്ടാനാണ്. അവിടെ ഇരി, കാര്യം പറയട്ടെ. മുബാറക്കിന്റെ മടി കയറി ഇരി മക്കളെ. ഇത് ഇടിക്കും കേട്ടാ. ഇത് മറ്റേ പൊന്നു മോനാണെന്ന് ഒളിഞ്ഞു വെക്കണോടാ, മോളാണോ മോനാണെന്ന്. എന്തിനാ എന്നെ കടിച്ചത്? ഒറ്റക്കടി രാവിലെയാണെന്ന് വിചാരിച്ചാണ്. ഹലോ നമസ്കാരം. ഫൈനലി നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. മണി 10 ആയതുകൊണ്ട് മുടിഞ്ഞ വിശപ്പായി. നമ്മളിന്ന് നല്ലപോലെ കഴിക്കും. പക്ഷെ ഞാൻ കഴിക്കൂല, ഇവരൊക്കെ നല്ലപോലെ കഴിക്കും. എനിക്ക് വിശന്നാ പിന്നെ നല്ലപോലെ വിശപ്പ് തുടങ്ങി. അയ്യോ ആള് കണ്ടിട്ടാണോ? ഇവിടെ ഒട്ടും തിരക്കില്ല. 1, 2, 3 നിലം കയറി പിന്നെ വലിയ കാണൊക്കെ കിടക്കും. നമ്മളെ റൈഡർ കണ്ണാപ്പി കാറ് വളച്ചെടുത്തുകൊണ്ട് വരികയാണ്. നമ്മളിവിടെ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് ശബനേരെ കഥ കേൾക്കാൻ പോവാണ്. വിളിച്ച് വാ. ഹാപ്പി അല്ലേ? കൈയ്യഴുവിട്ട് ചെയ്യാം. വാ, കൈയ്യഴുവണ്ടേ? കൈയൊക്കെ നാളെ കഴിയാം. മത്സരം വെച്ചാലേ പൊറോട്ട തിന്നാൻ പറ്റും. Cheers. എടുത്തോട്ടെ. അത്തായിട്ട് വെച്ചിരിക്കണമല്ലോ. ആദ്യം ഇത് കഴിക്കരുത്. ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് അങ്ങനെയുണ്ട്. സ്നേഹമുണ്ട് കേട്ടോ അടി എൻ്റെ അടുത്ത്. പറക്ക് ഭാര്യയ്ക്ക് എടുത്തിട്ടേ കഴിക്കുള്ളൂ. എല്ലാവരും വിളമ്പനുണ്ടാവും. പിന്നീട് വേണ്ടെന്ന് പറഞ്ഞ പുല്ലിനെ അപ്പോൾ ഇങ്ങോട്ട് എടുക്കാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇപ്പോഴാണ് അഫ്സു ബോധം വീണത്. മുബാറക്കാണ്ട ബട്ടൺസ് വരെ ഊരിയിട്ട് എന്നാണ് തിന്നത്. നിങ്ങളെ കടലിൽ കൂടെ പോണ വെള്ളത്തിനല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ട റോട്ടിൽ കൂടെ പോണ വെള്ളം കണ്ട വെള്ളം ആട്ടുവരെ പെട്ടി പിക്കപ്പിന്റെ വണ്ടി കൂടെ പോണം. പിക്കപ്പ് അല്ല, വാൽമാക്രി എന്ന് കണ്ട് ഈ മാക്രി പറഞ്ഞു. ഈ മാക്രി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ വീഡിയോ നമ്മള് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ലൈറ്റിൽ ആരെയും കാണാൻ വയ്യ പെട്ടെന്ന്. ഗൈസ്, അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഓക്കെ, ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും എന്നിട്ട് സബ്സ്ക്രൈബ് ഓ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. ശബന കണ്ട കറക്റ്റ് കള്ളന്മാരി ആറണക്ക്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇടയിൽ.